ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ. മെറിറ്റിൻ്റെ സാധാ തയ്യൽ മെഷീനാണിത്. അത് ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനാണ്. ഏതാണ്ട് ഒരു 1500 രൂപ ആയിട്ടുള്ളായിരുന്നു. ഇപ്പം ഞാനിതിലൊരു മോട്ടറൊക്കെ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഓണത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇതെൻ്റെ ടേബിൾ ടോപ്പ് മെഷീനാണ്. സിംഗറിൻ്റെ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ സമയത്ത് മേടിച്ചതാണ്. 8000 രൂപയായിരുന്നു എന്നായത്. ഇപ്പം ഏകദേശം 1.5-2 വർഷത്തോളം ആവുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനങ്ങനെ ഒരുപാട് വർക്കൊന്നും ചെയ്യാറൊന്നുമില്ല. നോർമൽ മെഷീനിൽ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോ ബോക്സിലാക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതിൽ ഓരോ ടൈപ്പ് കളറിലെല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. വലിയ നൂലൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ സിൽക്ക് ത്രെഡ്, നമ്മൾ ആരി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ആവശ്യത്തിന് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഇത് എംബ്രോയ്ഡറി ത്രെഡാണ്. ഇത് ഞാൻ പഠിക്കുമ്പോൾ തൊട്ടേ മേടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ കുരുങ്ങിയൊക്കെ കിടക്കുന്നത്. ഈ ബോക്സിൽ പലതരത്തിലുള്ള ക്യാൻവാസ്, ലേസ്, ഇലാസ്റ്റിക്സ്, കത്രിക, ചോക്ക് അതൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് മക്കളെ പേടിച്ചിട്ടാണ്. ആരി വർക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് നിറയെ ബീഡ്സാണ്. പിന്നെ ഇത് വൈറ്റ് ബീഡ്സ്, ഗോൾഡൻ കളറ്. ഇതൊക്കെ ഒരുമിച്ച് വാങ്ങിയതൊന്നുമല്ല, പലപ്പോഴായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് ബാക്കി വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് പിന്നീട് യൂസ് ചെയ്യാമല്ലോ ഇതൊക്കെ. അപ്പം അതൊക്കെ ഓരോ ഡപ്പയിലാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ മെറ്റീരിയൽസൊക്കെ സൂക്ഷിക്കുന്നൊരു ഇത് ബോക്സാണ്. അല്ലെങ്കിൽ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പീസൊക്കെ എടുത്തുകൊണ്ട് പോകും പിള്ളേർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ. ഇതെൻ്റെ തയ്യലിൻ്റെ നോട്ട് എഴുതിയിട്ടുള്ള ബുക്കാണേ. ഓരോന്നും ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കണക്കും കാൽക്കുലേഷൻസൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുള്ള ബുക്കാണിത്. കുട്ടിയുടുപ്പ് മുതൽ ജെൻസിൻ്റെ ഷർട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചും എഴുതിയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ടായിരിക്കും നമുക്ക് ഓരോ ക്ലാസ്സൊക്കെ തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ, അപ്പോൾ ഇതുപോലെ ഒരു ബുക്കിൽ നോട്ടാക്കി വെച്ചാൽ നമുക്ക് എന്നും ഉപകാരപ്പെടുമല്ലോ. ഞാൻ എസ്ടെക് ഫാഷൻ എന്ന് പറഞ്ഞ തിരുവല്ലയിലുള്ള സ്മൃതി മിസ്സിൻ്റെ അടുത്താണ് പഠിച്ചത്. ഇപ്പോൾ ഇതെൻ്റെ എംബ്രോയ്ഡറി സ്റ്റിച്ചിങ്ങിൻ്റെ ബോർഡാണ്. അതും ഇതുപോലെ ഓരോ സ്റ്റിച്ചിങ്സും എഴുതിയും സ്റ്റിച്ച് ചെയ്ത് എൻ്റെ പേരൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഏത് ഡിസൈനാണെന്ന് ഇതിൽ നോക്കി വരികയാണെങ്കിൽ നമുക്ക് ഈ ഇതിൽ നോക്കിയിട്ട് നമുക്കത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇത് ആ സ്റ്റിച്ചസ് വെച്ച് ചെയ്തിട്ടുള്ള ഓരോ ഡിസൈൻസാണ്. അത് ഒരുപാടൊന്നുമില്ല, എനിക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ടൈമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളതൊക്കെ ഓരോ ഫയലിനകത്താക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഗൃഹലക്ഷ്മിന്നും വനിതയെന്നൊക്കെ വെട്ടിവെച്ചിട്ടുള്ള ഓരോ ഡിസൈൻസാണ്. ഓരോ ഡിസൈൻസും മോഡൽസും കളർ കോമ്പിനേഷൻസും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വെട്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ആരി വർക്ക് പഠിച്ചു തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഈ ഡിസൈൻസൊക്കെ, ഈ പീകോക്കിൻ്റെയും ഫ്ലവറിൻ്റെയും അതിൻ്റെ ലീഫും ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആദ്യമായി ഒരു ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഡിസൈൻ ചെയ്തത് ഞാനാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്ലൗസാണ്. ഇപ്പം 3-4 വർഷമായെങ്കിലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലാണ് ഈ വർക്കൊക്കെ ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ 7-ാം മാസത്തിലെ വിളിച്ചുകൊണ്ട് പോക്കിൻ്റെ ചടങ്ങിന് ഈ ബ്ലൗസ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.